ഞാൻ കൊടുത്ത പരാതിയിലുള്ള പ്രതികളും അതുപോലെ എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിലുണ്ടായിരുന്ന കുടുംബവും ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഈ ചാനലിന് റസൂൽ പൂക്കുട്ടിയുടെ പൈസ ഈ ചാനലിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ നമ്മളെ കയ്യിലുണ്ട്. അത് അത്രയും കഷ്ടപ്പെട്ട് ഓരോ വിഷയത്തിന്മേൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. സജിൻ ഓക്കെ. അപ്പം ഇന്നലെ ഈ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. എൻ്റെ പൊന്നോ, ഞാൻ ഈ ക്ലിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ വർഷം ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതുലിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ മറ്റേ ക്ലിപ്പ് ഒന്ന് ഇട്ട് പറഞ്ഞേ, മറ്റേ അവിടെ ക്ലിപ്പ് ഒന്ന് ഇട്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരുന്ന 2 പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നത്. ഞാൻ പിന്നെ അത് തിരുത്തി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് തെറ്റിദ്ധരിച്ച് ചേട്ടാ എന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ഇതൊരു വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് ക്ലിപ്പിട്ടെ വീഡിയോ ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം. ചിലവരൊക്കെ നമുക്ക് കട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവനോ ഞാനോ ഒക്കെ ആയിരിക്കും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ക്ലിപ്പെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സജിനയുടെ ഓരോ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്യുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക, പിന്നെ ആ കുട്ടിയുടെ വോയിസ് കൊണ്ട് പുറത്തിടുന്നത് ഈ ചാനൽ, ആ കുട്ടിയുടെ പേര് സഹിതം ഉൾപ്പെടെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവർ ഈ ഒരു പേരൊക്കെ എടുത്ത് പുറത്ത് വിടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം കേൾക്കാതൊക്കെ തന്നെയാണ് ഇവർ തെളിവൊക്കെ ചെയ്യുന്നത്. ആ ഒരു കൊച്ചിൻ്റെ ആ ഒരു വീഡിയോ കേൾക്കാതെ തന്നെ ഫുള്ളായിട്ട് എടുത്തങ്ങിടും. അപ്പോൾ നിന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവർ നീതി ഉണ്ടാക്കാൻ വേണ്ടിയല്ല നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്കിത് നല്ല രീതിയിൽ അറിയാം. ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച സമയത്ത് ഞാൻ ഇവരോട് ഹെൽപ്പ് ചോദിച്ച് ഇവരെ ആ ഒരു വ്യക്തിയെ വിളിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടൊക്കെ ഉള്ള അതിൻ്റെ നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മളെ വെച്ചിട്ട് യൂസ് ആക്കരുത്. നമുക്കൊരു സഹായം ചെയ്തെന്നും പറഞ്ഞിട്ട് നമ്മളെ വെച്ച് യൂസ് ആക്കരുത്. ഞാൻ ദിയാസനയായിട്ട് കൂട്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂട്ടെന്നല്ല പറയണ്ടേ, ഞങ്ങൾ മിണ്ട് ചെയ്ത് ഫസ്റ്റ് ടൈം കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ താത്ത പറഞ്ഞിട്ടാണ്. ഇവരുടെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു താത്തയുടെ. അത് ഈ പറയുന്ന ദിയാസനയാണെന്നും പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ചാനൽ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം ആരാണ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് ദിയാസനയാണ് കളഞ്ഞത്, ദിയാസനയാണ് എല്ലാം ചെയ്യിപ്പിച്ചതെന്നുള്ള രീതിയിൽ. അവർക്ക് ചാനലിനെ സ്ട്രൈക്ക് അടിച്ച് കളയാനും അറിയത്തില്ല, ഒരു മാങ്ങാത്തോടെ അറിയത്തില്ല. ഞാൻ അന്ന് ആ സമയത്ത് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഒരു 1/2-3/4 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, എനിക്കൊരു പക്ഷേ ആ സമയത്ത് നേരെ ചോദിച്ചൊന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. പേടിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നോട് അപ്പോഴും പറയും, എടാ മണകൂസിനെ പോലെ നിൽക്കാതെ ആണുങ്ങളെ പോലെ സംസാരിക്കുക എന്നുള്ള രീതി പറഞ്ഞിട്ട് എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദിയാസനം. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്, പുള്ളിക്കാരെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത സമയത്താണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം കുട്ടിക്കും. ആ 2 വർഷത്തിനിടയിലാണെങ്കിൽ പോലും എന്താ പറയണ്ടേ, നമ്മൾ താന്ന് കിടക്കുന്ന സമയത്ത് പിടിച്ച് ഒരാളൊരു മോട്ടിവേഷൻ തരത്തില്ലേ, അതുപോലെ എനിക്കൊന്ന് മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദിയാസനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഞാൻ ചില ഡൗട്ടുകൾ ചോദിക്കാൻ വേണ്ടി വിളിക്കും. പിന്നെ എന്നെ വിളിച്ചിട്ടാണെങ്കിലും പറയും നീ ചെയ്യുന്ന തെറ്റാണ്. പല കാര്യത്തിലും എന്നെ വിളിച്ചിട്ട് തെറ്റിൻ്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പല കാര്യത്തിലാണെങ്കിലും എന്നെ നല്ല രീതിയിൽ ഉപദേശിക്കാറുണ്ട്. അത് പുള്ളിയുടെ ഭാഷയിലായിരിക്കും പുള്ളി അത് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്ന് പറഞ്ഞാൽ നേരെ പോകുന്നുള്ളൊരു ക്യാരക്ടറാണ്. അല്ലാതെ ഇവരെ പോലെ എന്താ പറയണ്ടേ, ഉള്ള കുഴി കൊണ്ട് ചാടിച്ച് അവർ ചെയ്യുന്നതെല്ലാം കൂടെ നമ്മുടെ തലയിലിട്ട് പോകുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിവർ ചെയ്യുന്നില്ല. അതാണ് താത്തി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവർ ഓൺലൈനിൽ വന്നിട്ട് പട്ടി മോനെ മറ്റേ മോനെ മറിച്ച് പറയുമ്പോൾ ഇവർ ഡേഞ്ചറാണെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവർ പിന്നെയും എന്താ പറയണ്ടേ, എതിർത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചൂർത്തി എടുത്തിട്ട് ചില അവന്മാരൊക്കെ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ചില അവന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ളവരൊന്നും ഇവർ വെറുതെ വിടത്തില്ല. ഓക്കെ, ഞാൻ അതിലോട്ട് ഇനി കൂടുതൽ കടക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു താത്തയുടെ കാര്യത്തിൽ ഈ പൈസ കേസ് കേട്ട് ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, അവരുടെ പാടായി, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫിറോസിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. കാരണം അദ്ദേഹം നിരപരാധിയാണ്, ആ ഒരു കേസ് കേട്ടില്ല, നിരപരാധിയാണ്. എല്ലാ കാര്യങ്ങളും പൂക്കുട്ടി ഇവരും കൂടെ ചെയ്ത കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അറിഞ്ഞ് നല്ല രീതിയിൽ നാറുകയും ചെയ്തൊരു വിഷയമാണ്. ആ ഒരു വിഷയം അതെല്ലാം ഫിറോസിൻ്റെ തലയിൽ വെച്ച്, ഈ പറയുന്ന ദിയാസനയുടെ തലയിൽ വെച്ച് പോയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അവർ അവിധം നടത്തുമോ നടത്താതിരിക്കുകയോ ഒക്കെ അവരുടെ ഇഷ്ടം. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവർ തന്നെയാണ്. ആദ്യം ലൈവ് വരുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു വിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഓരോ കാര്യങ്ങളും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം ഈ സജനയാണ്. പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിൽ പീഡിപ്പിക്കുന്നുണ്ട്. പേടിപ്പിച്ച് അയാൾ നാറി 40 ലക്ഷം രൂപ കൊടുത്ത് 50 കൊടുത്ത് 15-20 ലക്ഷം രൂപയുടെ ഓർണമെൻറ്റ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ സ്നേഹമല്ല, പണം 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 അത് മാത്രം ലക്ഷ്യം വെച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീ.
ഓക്കെ, അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന ദിയാസനെ ഇട്ട് വെച്ച് കൊടുത്തു. ഓരോ കാര്യങ്ങളും ഈ പറയുന്ന ഓരോ സംസാരങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സജിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാന്നുള്ള രീതിയിലൊക്കെ. കുറച്ച് നാൾ രേണു സുധിയായിരുന്നു സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ. ബാക്കി എല്ലാ കാര്യത്തിലും രേണുവിൻ്റെ ഞാൻ പറഞ്ഞതിൽ ഉറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ രേണു നിരപരാധിയാണ്. അതിപ്പോൾ ദിയാസനയുടെ ഇട്ട് വിടുന്നുണ്ട്. എല്ലാം കണക്കാണ്. പിന്നെ ദിയാസനെ ഇപ്പം എന്തായാലും ദുബായിലോ അവിടെ ഒന്നും വലുതായിട്ടൊന്നും പോകാറൊന്നുമില്ല. സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ആരാ? സജിനയാണ്. സജിനയുടെ കൂട്ടുകാരി റോഷിനി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവർക്കെല്ലാം വള്ളി കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ വിഷയത്തിലോട്ട് സംസാരിക്കാം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇന്നലെ വീഡിയോ പറയാതെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. റോഷിനി ഈ പറയുന്ന സജിന, അതിന് നമുക്ക് ഒന്നും കൂടെ വരേണ്ടി വരും. ഓക്കെ, എന്തായാലും ദിയാസനെ പറയുന്ന ബാക്കിയും കൂടെ കേൾക്കുക. അവർ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സജിനയ്ക്കെതിരെ, ആൻമറിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിറോസ് ഖാൻ എന്തുകൊണ്ട് ഇവരാരും ആ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പോയില്ല? അങ്ങനെയല്ല ചെയ്യേണ്ടത്. പെണ്ണിൻ്റെ വോയിസ് ആണ് പുറത്തു വിടേണ്ടത്. സോഷ്യൽ മീഡിയയല്ലേ ഇവിടുത്തെ കോടതി. സോഷ്യൽ മീഡിയയിൽ കൂടെ ചർച്ച ചെയ്യും, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഒന്നും അല്ലേ എൻ്റെ കോടതിയും കാര്യങ്ങളും ഒക്കെ. അതും കൂടെ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നല്ലത്. ഇവരൊക്കെ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു ആക്രമണം നമുക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെതിരെ നിന്ന് കുറേ അധികം മനുഷ്യരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നമ്മളത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് വലിയ രീതിയിൽ. ഇതൊന്നും ഇപ്പൊ സ്ഥലം മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഞാൻ എപ്പോഴും പറയട്ടെ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുള്ളത്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും എനിക്ക് വലിയ രീതിയിൽ ആരാണ് ആക്രമിക്കാൻ കൂടുതൽ ഒരു ത്വര കാണിക്കുന്നത്? അത് എന്റെ അക്കൗണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാർ തന്നെയാണ് കൂടുതൽ. കാരണം എന്റേത് ഒരു 180K പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. പൊതുവെ എനിക്ക് അതിനകത്ത് തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ടയിലെ ആളുകളും എന്നെ കോർണിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാനത് തീവ്ര മുസ്ലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരല്ല, അതിൽ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ, അതായത് നമ്മളൊന്ന് വിശ്വസിക്കുന്ന മുസ്ലിം മതജാതി വിവേചനം മുസ്ലിമാണെന്ന് പുറത്ത് പ്രൗഢായിട്ട് പറയുന്ന ഒരാളാണ്. അതെ, അത് അവർക്ക് പറ്റത്തില്ല. കാരണം ഞാൻ മറ്റേ നമ്മുടെ ആചാരപ്രകാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം പോലെ ജീവിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. പറഞ്ഞ പോലെ സംഘപരിവാറും തീവ്ര മുസ്ലിംസും ഇല്ലെങ്കിൽ ഒരു കൂട്ടം നമുക്കെതിരെ മെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം അത് വിട്ടുപോയതെന്ന് വെച്ചാല് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് മൈനോറിറ്റി മനുഷ്യരെ സപ്പോർട്ട് ചെയ്ത കാലഘട്ടം മുതൽ എന്നെയും മൈനോറിറ്റി മനുഷ്യരെയും അല്ലാതെ സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രം ആക്രമിക്കപ്പെടുന്നു. മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ ഞാനിപ്പോൾ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലോ, ഞാനിപ്പോൾ ഒരു കണ്ടന്റ് ഇപ്പം നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഒരു കണ്ടന്റ് ഞാൻ യൂട്യൂബിലിടും, അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിലിടും. ഫേസ്ബുക്കിൽ ഇട്ട് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് തന്തയ്ക്ക് വിളിയാം. പറഞ്ഞു മനസ്സിലായോ? അതിനകത്ത് മൊത്തം തള്ളയ്ക്കും മറ്റേ മോനെ നിനക്കൊക്കെ നാണമില്ലടാ മാനമില്ലടാ ഇതൊക്കെ ഇരുന്ന് ചെയ്യാനാണ്. മൊത്തം ഇരുന്ന് വീഡിയോസുകളൊക്കെ ഇരുന്ന് എല്ലാവരും കാണും. കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെ നോക്കാറൊന്നുമില്ല, കമൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ചില കാര്യങ്ങൾ മാത്രം മറുപടി കൊടുക്കാറുണ്ട്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഓക്കെ, ഒരു ചേച്ചി, കോട്ടയത്തുള്ളൊരു ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. കിച്ചുവിൻ്റെ ഒരു വിഷയം വന്ന് ഈ രേണുവിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് നിനക്ക് ക്യാൻസർ വന്ന് നീ മരിച്ചു പോടാന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്ക് നല്ല മറുപടി കൊടുത്തു, നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കേട്ട് അവസാനം എന്നോട് മാപ്പ് പറഞ്ഞിട്ട് അവർ പോയത്. മാപ്പ് പറഞ്ഞു അവരെന്നോട്, അത് വേറെ കാര്യം. ഞാൻ പറയാൻ വന്നിട്ട് അങ്ങനെ കുറച്ച് വിവരം കെട്ടി കുറച്ച് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിൽ. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരുകൾ. പക്ഷേ എനിക്ക് ഫുൾ യൂട്യൂബിൽ ഫുൾ സപ്പോർട്ടായിരിക്കും ആ വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ. അതിൻ്റെ ഷോർട്സൊക്കെ ഇൻസ്റ്റ ഇടുമ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് മൊത്തം അവർക്ക് കാര്യം മനസ്സിലാവും, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് നമ്മളിതൊക്കെ കാണിച്ചു തരുമ്പോഴത്തേക്ക്. എല്ലാം ഓരോരുത്തും ഓരോ ഓഡിയൻസാണ്, അതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, ഇനി നമുക്കൊരു ക്ലിപ്പും കൂടെ വെക്കാം. ഈ സജന ഈ പറഞ്ഞ പോലെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട മനുഷ്യരൊന്നും അല്ല. കാരണം നമുക്കെതിരെ ഒരു ആരോപണം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ സമയമൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ ജോലി തിരക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിലുള്ള മനുഷ്യരെ പല പാർട്ടി പൊളിറ്റീഷ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വെല്ലുവിളിക്കുന്നു. പലരും അതൊരു ഇതിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ MDMA ആരോപണത്തിൽ ദിയാസിനെ മാത്രം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? ദിയാസിനെ അറ്റാക്ക് ചെയ്യണം. എന്നെ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഈ സൈബർ സ്പേസിലല്ല. കാരണം ഈ സൈബർ സ്പേസ് ഒരുപാട് കണ്ടുവന്നതാണ്. ഞാനൊരു കാര്യം പറയാനാണ്, ഈ സൈബർ സ്പേസിൽ ഇതുപോലുള്ള വളരെ വലിയ രീതിയിൽ വൃത്തികെട്ട അലിഗേഷൻ ഉണ്ടാക്കിയ ഒരാൾക്കെതിരെ പ്രതികരിച്ചൊരു സ്ത്രീയാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രതികരണം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമനില തെറ്റി നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ട് ചെയ്തിരിക്കുന്ന ഓരോ ആക്ടുകളാണ്. ഇത് എത്ര നാൾ നമ്മൾ ചെയ്യും? എത്ര യൂട്യൂബർമാർക്കെതിരെ നമ്മൾ അങ്ങനെ ഇതാക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ, ആ ഒരു യൂട്യൂബർ ഷഫീന ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതിന് മെയിൻ സ്ട്രീം ചാനലിൽ പറയണം, കേരളത്തിലെ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യരെ, സ്ത്രീകളെ, എത്ര മനുഷ്യരെ, പുരുഷന്മാരായിക്കോട്ടെ, ഇവരിങ്ങനെ നിരന്തരം നിന്ന് ആക്രമിക്കുകയാണ്. ഇതുപോലെ
അല്ല, രേണുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതാ ഇന്ന പോലെയാണെന്നും പറഞ്ഞുള്ള രീതിയിൽ. എൻ്റെ ചേച്ചിയാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇത്. അന്ന് ആ പെണ്ണിനെ സൈബറിൽ ഇട്ട് കൊടുത്ത്, ആ പെണ്ണിൻ്റെ ഐഡിയും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്ത് ആ പെണ്ണിനെ മോശക്കാരിയാക്കി അതുൽ ബോക്സിനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചു. അവസാനം കണ്ടില്ലേ, സത്യം പോലെ പുറത്ത് വന്നില്ലേ? പുറത്ത് വന്നപ്പോൾ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പറയുന്ന സാധനം. ഇവർക്കൊന്നും നാണോ മാനമൊന്നും ഇല്ല, ഒരു നാണോ ഇല്ല, ഒരു മാനവും ഇല്ല. ഓക്കെ, അതെനിക്കിപ്പോൾ ആ സജനയുടെ കേസ് കേട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എല്ലാവരും ഇപ്പം വഴിതിരിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇവർ MDMA യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അതിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ആ 17 വയസ്സുകാരുടെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇതൊക്കെ ഇപ്പം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആ 17 വയസ്സുകാരി MDMA മാറ്റർ അല്ല ഇവിടെ മെയിനായിട്ട്. ഒരു കൊച്ചിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി പോരാട്. അല്ലാതെ ഈ പറയുന്ന സജനയെ പോട്ടെ, ദിയാസനയുടെ അമ്മ വീട്ടിൽ പോകുന്നു, ഭർത്താവ് വീട്ടിൽ പോകുന്നു, ഓരോരുത്തരുടെ വീട്ടിലൊക്കെ പോയിട്ട് എന്തുണ്ടാക്കാനാ? ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, ഒരു വിഷയം മാറ്റിത്തിരിക്കാൻ അല്ലെങ്കിൽ ഓക്കെ ഇതാണ് അതിൻ്റെ സത്യം വളച്ചൊടിക്കാൻ ഇവരെ പോലുള്ളവർ വിചാരിച്ചാൽ പറ്റും. അത് പലയിടത്തും നടന്നിട്ടുണ്ട്, പല കേസുകളിലും നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം അതിൻ്റെ സത്യാവസ്ഥ തുറന്ന് പറയുമ്പം നീ കാശ് മേടിച്ച് നീ അത് ചെയ്തു അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വിവരം കെട്ട കുറേ ഓഡിയൻസ് ഉണ്ട്. ഈ താത്തയുടെയൊക്കെ അതിനകത്ത് ഒരുത്തിയുണ്ട്, അമ്പിളി എന്ന് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ചവിട്ടുന്ന ഒരുത്തിയുണ്ട്. ഒരു ദിവസം ഇനി അവിടെ കമൻറ്റ് കാണുവാണെങ്കിൽ ഞാൻ നമുക്കിട്ട് 4 എണ്ണം കൊടുക്കാതിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വിവരം കൊണ്ട സാധനമൊക്കെ ഉണ്ട്. സത്യാവസ്ഥ നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാശ് മേടിക്കുക, അതിനുശേഷം അവർ ചലഞ്ച് ചെയ്യുക, ആളുകളെ വെല്ലുവിളിക്കുക. ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ബുള്ളി നടത്തി 42-50ഓളം പരാതികൾ വന്നിട്ടും ഒരു തരത്തിൽ ആക്ഷനും ഈ സ്ത്രീക്കെതിരെ എടുക്കാൻ പറ്റുന്നില്ല. ഈ സ്ത്രീ ഒളിച്ചിരുന്നിട്ടാണ് യൂട്യൂബ് ചാനൽ വഴി ഇത് ചെയ്യുന്നത്. യൂട്യൂബറുടെ നിയന്ത്രണം വളരെ വലിയ രീതിയിൽ അതിക്രമിച്ചിരിക്കുന്നു. ഇത് കാരണം എത്ര മനുഷ്യർക്കാണ് പ്രശ്നമുള്ളതെന്നറിയാവോ? ഈ ചാനലിലൂടെ വന്നിരിക്കുന്ന വീഡിയോ ആണ് നമ്മളെ പലരെയും ബാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവര് ഫേക്ക് അലിഗേഷൻ, ഫേക്ക് ക്രിയേറ്റിവിറ്റി, ഈ ചാനലിലാണ് ആ പോക്സോ അലിഗേഷനിൽപ്പെട്ട കുട്ടിയുടെ ഓഡിയോ ഉൾപ്പെടെ വന്നത്. അതെ, പിന്നെ എവിടെ നിന്നൊക്കെയോ കുറേ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രേണു വലിയ മാഫിയ സംഘമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നതായിരുന്നു. ഒരു പെണ്ണുമ്പള വന്നിട്ട് പറയുകയാണ്, പുള്ളിക്കാരി ഒരു ടോയാണ് പുള്ളിക്കാരി. രേണുസുതി വന്നുകൊണ്ട് പുള്ളിയുടെ കച്ചവടവും കാര്യങ്ങളും നടക്കുന്നില്ല. അതിൻ്റെ കുറേ വോയിസ്, എൻ്റെ പൊന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് പോയത്. ഇപ്പോഴും ഇവരെ താങ്ങി നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയില ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ, കാരണം എന്താണെന്നറിയാമോ, ബാക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുടെ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സിൽ തന്നെ, എല്ലാവരെയും കയ്യിലാക്കി വെച്ചിട്ട് ഇനി മെയിനായിട്ട് കയ്യിലെടുത്ത് വെക്കേണ്ടത് ഈ ഷഫീനയാണ്. ഉള്ള കാര്യം പറയല്ലോ, അവരെ കയ്യിലാക്കി വെച്ചു കൊടുത്താൽ ഇവൻ്റെയൊക്കെ രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അവരെ കൊണ്ട് ഒളിപ്പിക്കാൻ പറ്റും. അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേയറ്റ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറേ ടീംസുകളുണ്ട്. അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല ഒക്കെ കളിച്ച് നടക്കുന്നത്, കൂടെ നിന്നിട്ട് കൂട്ടുകാരൻ്റെ ചാനൽ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു കാര്യത്തിലാണ് നമ്മളെപ്പോഴും ഫിറോസിൻ്റെ കൂടെ കാണത്തുള്ളൂ. താത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് അതൊക്കെ. എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നുള്ളത്. പക്ഷെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സജനയ്ക്ക് തന്നെയാണ്. കാരണം സജന തന്റെ കയ്യിലുണ്ടായിരുന്ന വോയിസ് ക്ലിപ്പ് ആർക്ക് കൊടുത്താലും അത് ഒരു വലിയ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടെ നിന്നുള്ളതാണ്. കാരണം മാസങ്ങൾക്ക് മുമ്പ് വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അതെ, ആ വോയിസും കാര്യങ്ങളും ഞാൻ ഇപ്പോഴും തുറന്നു പറയാം. ഇവിടെ പെടാൻ പോകുന്ന സജനയാണ്. സജന 2 ആൾക്കാർക്ക് കൊടുത്തെന്ന് പറയുന്നത്, കൊടുത്ത സമയത്ത് എന്തുകൊണ്ട് സജന പെൺകുട്ടിയുടെ പേര് മറച്ചില്ല? എന്തുകൊണ്ട് മറച്ചില്ല? ഇവിടെ വന്നിട്ട് മോളെ നീ സോഷ്യൽ മീഡിയ വന്നിട്ട് ബബ്ബ അടിക്കുമ്പോൾ ഞങ്ങളത്ര പൊട്ടന്മാരൊന്നും അല്ല. നിയമം വെച്ച് പോവുകയാണെങ്കിൽ പൂക്കുട്ടിയുടെ കോടികൾ ചിലവാക്കിയാലും നിന്നെ പെടുത്താനുള്ള വകുപ്പുകളും കാര്യങ്ങളും നീ കേരളത്തിലുണ്ട്. ഇവിടെ അതിന് പൂക്കുട്ടിയല്ല, പൂക്കുട്ടിയുടെ ബാപ്പ ഉസ്മാൻ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. പുള്ളിയുടെ അച്ഛൻ്റെ പേര് ഉസ്മാനാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ക്ഷമിച്ചേക്കണേ. പിന്നെ ഒരു കാര്യം, വീട്ടിൽ ആ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ ആലോചിക്കണം. പൂക്കുട്ടിയുടെ വൈഫിൻ്റെ കുട്ടികളെ ആലോചിച്ച് നോക്കണം. ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ് അവരൊക്കെ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീ കാരണം കുടുംബം വരെ ഇല്ലാണ്ടായി. കാരണം അവരവരുടെ നേട്ടം, പൂക്കുട്ടിയെ വേണ്ട, അവർക്ക് പൈസ മാത്രം മതി. അതാണ് ഈ ലോകത്ത്. സ്നേഹത്തിനോ ബന്ധത്തിനോ വിലയൊന്നുമില്ല, പൈസയ്ക്ക് മാത്രം വില കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.